നന്മക്ക് നമ്മുടെ ശരീരത്തിന് പിശുക്ക് മാറ്റണം. നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ സജീവമാകണം. സലാസുൻ ഹുന്ന മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യന്മാരെ നശിപ്പിക്കുന്നതാണ്. അതിലൊന്നാണ് ശുഹുൻ മുതാഉൻ, രണ്ടാമത്തതാണ് ഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. എന്താണോ നമ്മുടെ ഇച്ഛ നമുക്ക് വരുന്നത്, ആഗ്രഹം വരുന്നത്, അതിൻ്റെ പിന്നാലെ പോകുന്നത് മാറ്റണം. എന്നിട്ട് ശറഇൻ്റെ അളവുകോല് വെച്ചിട്ട് ഇത് ഹറാമാണോ ഹലാലാണോ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തോന്നുന്നത് ചെയ്യാന്നൊക്കെ പറയലില്ലേ, തോന്നിയത് പറയാന്നൊക്കെ പറയലില്ലേ, അത് മാറ്റണം. ഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛയാകരുത് നമ്മുടെ ഇച്ഛ. നമ്മുടെ ഇച്ഛക്ക്, നമ്മുടെ ആഗ്രഹത്തിനൊരു മേൽവിലാസം വേണം. ചെയ്യുന്നതിന്, പറയുന്നതിന് ഇത്തിബാഅ് വേണം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് പരാജയത്തിൻ്റെ കാര്യമാണ്. എന്തെല്ലാം ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാകും. ആ ആഗ്രഹം ശരിയാണോ അല്ലേ എന്ന് ശറഇൻ്റെ അളവനുസരിച്ച് നോക്കണം. പൂർവീകരും ചെയ്തിരുന്നത് അങ്ങനെയല്ലേ? ഓരോന്നിനും ശരീഅത്ത്, ദീന്, അല്ലാഹുവിൻ്റെ റസൂൽ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ? ആ വിഷയങ്ങൾ നോക്കിയിട്ടല്ലേ അവർ ചെയ്തിരുന്നത്. എല്ലാ സമയത്തും കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും അങ്ങനെയാണ്. ഒരു ഉമ്മ കണ്ടില്ലേ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് സ്വന്തം മകളെ ചൂണ്ടിയിട്ട് പറയുന്നത്, എൻ്റെ മകളാണ്, ഈ മകൾക്ക് മുടി കുറച്ച് കുറവാണ്, കുറച്ചുകൂടി മുടി വെച്ച് കൊടുക്കാൻ വേണ്ടി ഭർത്താവ് ഏൽപ്പിച്ചിട്ട് വീട്ടിലാക്കി പോയതാണ്. മുടി വെച്ച് കൊടുക്കുന്നതിന് വല്ല തകരാറുമുണ്ടോ? സ്വന്തമായിട്ട് ഞാൻ ചെയ്യണ്ടെന്ന് എഴുതിയിട്ട്, നിങ്ങൾ ഖുർആനും ഹദീസൊക്കെ അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിയല്ലേ? നിങ്ങളോട് ചോദിക്കാൻ പലതും അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ തങ്ങൾ വിടവാങ്ങിയത്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്, വല്ല കുഴപ്പമുണ്ടതിന്? അപ്പം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പാടില്ല, അള്ളാഹിൻ്റെ ഖുർആനിലുണ്ട്, അത് പറ്റൂല. ഉമ്മ പറഞ്ഞു, ഖുർആൻ ഞാനും ഓതിയിട്ടുണ്ട്, ഖുർആനിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഓതും പോലെ അല്ലത്, അവർ കുറച്ചൊക്കെ ഇൽമുള്ളവരല്ലേ. ഖുർആൻ ഞാനും ഓതിയിട്ടുണ്ട്, നിങ്ങൾ ആ പറയുന്ന 2 ചട്ടകൾക്കിടയിലെ ഖുർആനല്ലേ, അതിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓതേണ്ടതുപോലെ ഓതി ഞങ്ങളും കാണും. ഓതേണ്ടതുപോലെ ഓതണ്ടേ, എങ്ങനെങ്കിലും ഓതിയാ കാണോ? നല്ലോണം അങ്ങോട്ട് ഓതിയാ കാണും. നിങ്ങൾ എവിടെ, ഏതാ നിങ്ങൾ കണ്ടതേതാ? അപ്പോൾ മഹാനവറുകൾ ഓതിക്കൊടുത്തു, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് എടുക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹൂ, അവിടുന്ന് വിലക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വർജിക്കണം. തങ്ങൾ വിലക്കിയതാണോ? വേണ്ട. കൂട്ടുകാരൻ ചെയ്താലും ശരി, കുടുംബക്കാരൻ ചെയ്താലും ശരി, ഫ്രണ്ട് ചെയ്താലും ശരി, ബാക്ക് ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, നമുക്ക് വേണ്ട. നാട്ടിൽ ഏത് മുതലാളിൻ്റെ വീട്ടിൽ കല്യാണത്തിനോ മറ്റോ കൊണ്ടുവന്നാലും നമുക്കത് വേണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയതാണ്, ദീന് ഹറാമാക്കിയതാ, വേണ്ട. എത്ര പരിഷ്കാരത്തിൻ്റെ മേമ്പൊടി അതിന് കിട്ടിയാലും, ലോകതലത്തിൽ അതിന് വലിയ വിജയങ്ങളും സമ്മാനങ്ങളും കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ ദീന് അത് പറ്റേ നിഷിദ്ധമാക്കിയ കാര്യമാണ്. നമുക്കത് വേണ്ട. അവിടെയാണ് നമ്മുടെ ഹവയെ കൊണ്ടുപോകേണ്ടത്. തോന്നിയതിനനുസരിച്ച് ഹവൻ അങ്ങനെ ആഗ്രഹത്തെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തകരുക മനുഷ്യൻ. അയാൾക്ക് കാണാൻ പറ്റി, തോന്നാൻ പറ്റിയൊക്കെ ആൾ കാണുക. പറ്റൂല എന്നാണോ ശരീഅത്ത് അതിനെ പറ്റി പറയുന്നത്? കാണരുത്. കേൾക്കാൻ പറ്റൂല എന്നാണോ ദീൻ അതിനെപ്പറ്റി പറയുന്നത്? കേൾക്കരുത്. കാണാൻ പറ്റൂല എന്നാണോ അള്ളാഹിൻ്റെ ദീന് പറയുന്നത്? കാണരുത്. അവിടെ അങ്ങനെ തന്നെ നിൽക്കണം. ഇതിൽ മാറ്റം വരാൻ പാടില്ല. ഇതിൽ മാറ്റം വരുമ്പോഴാണ് നമുക്ക് തകർച്ച വരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുത്തപ്പോൾ ആ ആയത്ത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആ ആയത്ത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, വെപ്പുമുടി വെക്കാൻ പാടില്ല. നബിതങ്ങൾ വാസിലത്തിനെ പറ്റി വെപ്പുമുടി വെക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ലാനല്ലാഹുൽ വാസിലാത്തി വൽ മുസ്തൗസിലാത്ത്, വെപ്പുമുടി വെക്കുന്നവരെയും അത് വെച്ച് കൊടുക്കുന്നവരെയും അതിനുവേണ്ടി പരസ്യം വെക്കുന്നവരെയും അതിനുവേണ്ടി കൊണ്ടുപോകുന്നവരെയും ആളുകളെ ക്ഷണിക്കുന്നവരെയും ഒക്കെ അള്ളാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. വെക്കാൻ പാടില്ല. അപ്പോൾ ഖുർആാനെന്നുണ്ട് എന്നും ഖുർആൻ്റെ വിശദീകരണം ഒക്കെ ബോധ്യപ്പെട്ടപ്പോൾ ഇനി വേറെ മാർഗമല്ലല്ലോ. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളും വെച്ചിണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതല്ലേ വഴിയുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് ആയത്തും ഹദീസും നോക്കണ്ട, അടുക്കളയിലുണ്ട് മുപ്പത്തിയേര്, പോയി നോക്കിയോളി. അടുക്കളയിൽ വെപ്പുമുടിയാണെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ മതി, ഇങ്ങോട്ട് പോരും. സ്പീഡിലൊന്നും വലിക്കണ്ട, പതുക്കൊന്ന് വലിച്ചാൽ മതി, ഇങ്ങോട്ട് പോയി. കയ്യിൽ പോരത്, ഒരു കൊട്ടൊന്നായിട്ട് പോരും. പോയി നോക്കിയോളി എന്ന് പറഞ്ഞു. നിങ്ങൾ പെണ്ണല്ലേ, നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ, തട്ട നീക്കിയിട്ട് നോക്കിയോളി എന്ന് പറഞ്ഞു. അപ്പം ആ ഉമ്മ അടുക്കളയിൽ പോയി തിരിച്ചു വന്നു. ഇങ്ങനെ ഉണ്ട്.
വെപ്പുമുടി ഉണ്ടോ? ഇല്ലല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെറുപ്പക്കാരെ ഒരു വാക്ക്, എന്താ വാക്ക് എന്നറിയോ? വെപ്പുമുടി വെച്ച ഒരു പെണ്ണാണ് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്. എനിക്ക് ഒന്നാമത്തെ ദിവസം ബോധ്യപ്പെട്ടാൽ മാ ജാമഅതുഹ, ഞാൻ ആ പെണ്ണിനോട് ബന്ധപ്പെടൂലായിരുന്നു. അന്നെ ഒഴിവാക്കും. അല്ല, കൊട്ട മുടിയും വെച്ചിട്ട് അങ്ങോട്ട് വന്നത് സുന്ദരി കുട്ടപ്പനായിട്ട് കുട്ടിയായിട്ട് വന്നതാന്ന് കണ്ടാൽ, ഒന്നുമില്ല ഇതിൻ്റെ തലയിലൊക്കെ റെഡിമെയ്ഡായി വെച്ച് വന്നാന്ന് കണ്ടാൽ ഫസ്റ്റ് ദിവസം തന്നെ ബന്ധപ്പെടാതെ വിട്ടേക്കും. അവർ മുറുകെ പിടിച്ച ഒരു ഹവയില്ലേ, ഇത്തിബാ ചെയ്തൊരു ഹവ, അതാ നമുക്ക് വേണ്ടത്. തോന്നുന്നതിൻ്റെ പിന്നാലെ പോകരുത്, അത് ശരിയല്ല. നമ്മൾ തിരുത്തണം. നമ്മളെന്നും അങ്ങനെ നിന്നാൽ ആ ലെവലിലേ നമ്മൾ ഉണ്ടാവുള്ളൂ. ആത്മീയമായ ഒരു പുരോഗതിയും കിട്ടൂല. എത്ര അനുസ്മരണ സദസ്സും ആണ്ടും സംഘടിപ്പിച്ചാലും, അതിനെത്ര നമ്മൾ സഹായിച്ചാലും ഇൽമനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. ജീവിതം മാറണം. കുറേ കാണാൻ പാടില്ല എന്നൊരു സംഗതിയെപ്പറ്റി പറഞ്ഞ് കാണാൻ പാടില്ല. പിന്നെ അവിടെ മസല ചോദിക്കാൻ വരരുത്. എളാമാൻ്റെ മോളെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, എളാമാൻ്റെ മോളെ ഇദ്ദരിക്കാണ്, ഇപ്പം കാണാൻ പറ്റുമോ ഒന്ന്? ഇദ്ദരിക്കുമ്പോൾ കാണാനായിട്ടുള്ളൊരു ഇടങ്ങേറ്. ജീവിതകാലത്ത് നിനക്ക് കാണാൻ പറ്റുമോ? ജീവിതകാലത്ത് കാണാൻ പറ്റൂല, അപ്പൊ ഭർത്താവ് മരണപ്പെട്ടു വരെ ഇനി എന്ത് കാണാനാ? ജീവിതകാലത്ത് കാണാൻ പറ്റാത്ത പോലെ ഇദ്ദരിക്കുമ്പോഴും കാണാൻ പറ്റൂല. ജീവിതകാലത്ത് അവരെ കാണാൻ പാടില്ല എന്നാണോ ശരീഅത്ത് അവരും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞത്? ഇദ്ദരിക്കുമ്പോഴും അതേ ഹുക്കും തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല, പുതിയ ഹുക്കുമൊന്നും വരാനില്ല. പുതിയതായിട്ടൊരു കാഴ്ച വരുന്നെങ്ങനെ? എവിടെ എന്താ ഇദ്ദരിക്കുമ്പോഴായിട്ട് തന്നെ പോയിട്ടൊരു കാണല്? അങ്ങനല്ല, അത് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരു പുതിയ നിയമം ഉണ്ടാക്കണം. ഇത് ശരിയല്ല. ഞാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ചേഞ്ച് വരുത്തേണ്ടത്? എനിക്ക് തോന്നും പോലെയല്ല, അതിന് ഒരു സ്കെയിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു ഇത്തിബാ ഉണ്ട്. ആ ഇത്തിബായിൽ നീങ്ങണം. ഉദാഹരണമായി പറഞ്ഞാൽ, എൻ്റെ നഖം, ആ നഖം എല്ലാം മുറിക്കേണ്ട നഖമാണ്. വളർത്തേണ്ട നഖമുണ്ടോ? ഇല്ലല്ല, ദീനിൽ അങ്ങനെ ഒന്നുമില്ല. ഉസ്താദെ ചെറുവിരലിൻ്റെ ഒന്നിങ്ങനെ, എന്താ ചെറുവിരലിൻ്റെ ആയിട്ടൊരു പ്രത്യേകത? അല്ല, തള്ളവിരലിൻ്റെ ഒന്നിങ്ങനെ അങ്ങനെ ഉണ്ടാ? എല്ലാ നഖങ്ങളും വെട്ടേണ്ടതാണ്. ഒറ്റ നഖവും വളർത്താൻ പഠിപ്പിക്കപ്പെട്ടില്ല. ഉണ്ടോ? അപ്പോൾ ഉസ്താദെ അയാൾ വസ്ത്രം തുന്നുന്ന ആളാണെങ്കിൽ അതിന് മായ്ക്ക് വാങ്ങിയാൽ മതിയല്ലോ, നല്ല ചോക്ക് വാങ്ങിയാൽ മതി വരയിടാൻ, അല്ലേ? ചോക്ക് കിട്ടൂലേ? ചോക്ക് കിട്ടും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പെൻസിലോ അല്ലെങ്കിൽ അതിനുള്ള മാർക്കറോ മറ്റോ വാങ്ങിയാൽ മതി. അതിന് നീട്ടണമെന്നുണ്ടോ? ഒന്നുമില്ല. നീട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. നഖം നീട്ടിയാൽ ഇജാബത്ത് വരെ തടയപ്പെടും. നഖം അങ്ങനെ വളർത്തിയാൽ ഒരു നഖമാണെങ്കിലും രണ്ട് നഖമാണെങ്കിലും പറ്റില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്, പുരുഷന്മാരോട് കൽപ്പിച്ചത് വെള്ളിമോതിരം ധരിക്കാനാണ്. എന്ത് മോതിരം? വെള്ളിമോതിരം. അപ്പോൾ നമുക്കൊരു ഇടങ്ങേറ്, വെള്ളിമോതിരത്തിനൊക്കെ പൈസ എത്ര ആകും? ബാക്കി എല്ലാറ്റിനും പൈസ 500-400 ഒരു മാസം കയറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത മഹാന്മാരാണ് നമ്മൾ. ഒരു വെള്ളിമോതിരം വാങ്ങാൻ മാത്രം ഒരു പിശുക്ക്. അവിടെ നമ്മൾ കൊണ്ടുപോയി ഒരു ചിരട്ട മോതിരം ഇടുക. അല്ലെങ്കിൽ എന്ത് മോതിരം? ഒരു റിങ്, കുട്ടികളെ കഴുത്തിലും കാതിലൊക്കെ തൂക്കാൻ പറ്റിയ റിങ്, ഒരു ഇരുമ്പിൻ്റെത്. അതല്ല ധരിക്കേണ്ടത്, വെള്ളിയുടെ മോതിര ധരിക്കേണ്ടത്. എത്ര മോതിര ധരിക്കേണ്ടത്? 1, 2, 3 വേണം? ഇല്ല, 1-ലധികം പുരുഷന്മാർക്ക് കറാഹത്താണ്. 1 ധരിക്കേണ്ടത്. 1 മോതിര വിരലിലല്ല, ചെറിയ വിരലിൽ, വലത്തെ കൈയിൻ്റെ ചെറുവിരലിലോ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിലോ 1. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്കൊരു അഭിപ്രായം, ഉസ്താദെ കുറേ മോതിരണ്ട്, 1 ഏർവാടിയിൽ നിന്ന് കിട്ടിയതാണ്, 1 നാഗൂരിൽ നിന്ന് കിട്ടിയതാണ്, 1 അജ്മീറിൽ നിന്ന് കിട്ടിയത്. ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം 1 ഇട്ടോളി, പിറ്റേ ദിവസം മറ്റേത് ഇട്ടോളി, 3-ാമത്തെ ദിവസം വേറെ ഇട്ടോട്ടെ, കുഴപ്പമുണ്ടോ? ഒക്കെ കൂടി ഇടണ? അത് വേണ്ട. അത് ഒരു വൃത്തിക്കും ഭംഗിക്കും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങ് പഠിപ്പിച്ചതല്ലത്. 1-നുള്ള ആ ഒരു സൗന്ദര്യം 2-3 വന്നാൽ ഉണ്ടാകൂല. 2-3 വന്ന ആളുകൾ ചോദിക്കും, ഇതെന്തൊരു സുഖമില്ലാത്ത ആളാണോ? 1 മതി, അതാണ് ഭംഗിക്ക് നല്ലത്. ആ രൂപത്തിലാണത് സ്വീകരിക്കേണ്ടത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് കൃത്യമായി നീക്കി അത് കുഴിച്ചിടൽ സുന്നത്താണ്. സ്ത്രീകളുടേത് നിർബന്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെങ്കിലും നഖം മുറിച്ചിട്ടാൽ പോരാ, നഖം വെട്ടി റെഡിയാക്കി കുഴിച്ചിടണം. അതിൻ്റെ ലെവൽ എങ്ങനെയാണ്? കക്ഷഭാഗത്തും സ്വകാര്യ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് കുഴിച്ചിടണം. അത് പുരുഷന്മാരാകുമ്പോൾ അവർക്ക് സുന്നത്തു, സ്ത്രീകളുടേതാകുമ്പോൾ നിർബന്ധമാണ്.
ആ സുന്നത്ത് വെറുതെ ആക്കിയിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല. ഉമ്മമാരെ, ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മുടികളും കെട്ടുകെട്ടാക്കി വീടിൻ്റെ ജനവാതിൽക്കൽ അങ്ങനെ വർക്കത്തിന് വേണ്ടി ഉണ്ടയാക്കി വെക്കരുത്. ആ മുടികളൊക്കെ കുഴിച്ചിടലാണ് സുന്നത്ത്. കൊഴിഞ്ഞു പോകുന്നതും മുടിക്കെട്ടിൽ മുടിയിലായി ചീർപ്പിലായിട്ട് പല്ലിലുള്ള മുടിയും ആ മുടികളൊക്കെ കെട്ടുകെട്ടാക്കി അവിടെ സൂക്ഷിച്ചു വെക്കരുത്. സത്യത്തിൽ അത് കാണുമ്പോൾ ഒരു വെറുപ്പാണ്. ആ മുടികളൊക്കെ കുഴിച്ചിടൽ സുന്നത്താണ്. വെട്ടുന്ന മുടിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് വാങ്ങിക്കുഴിച്ചു മൂടാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ മുടി അവിടെ തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു പോരുന്നത്. ഇനി അയാളൊന്നായിട്ട് കുഴിച്ചു മൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? മുടി വെട്ടേണ്ട രൂപത്തിൽ വെട്ടണം. അതിനും ഒരു മാതൃകയുണ്ട്. വസ്ത്രം ധരിക്കേണ്ടിടത്തും ഒരു മാതൃകയുണ്ട്. കല്യാണത്തിനും ഒരു മാതൃകയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരുടെ കല്യാണത്തിനും സദ്യ ഒരുക്കിയിട്ടുണ്ട്, വലീമത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വലീമത്തുകളൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാ.